സർ, ഞാൻ താങ്കളെ ഓർക്കുമ്പോൾ, താങ്കളുടെ സർവീസ് ലൈഫ് ഓർക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കുകളാണ്. നെടുമങ്ങാട് ശബരിമല പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഒരു പദപ്രയോഗം നടത്തുകയുണ്ടായി. ഇവിടുത്തെ DYSPയെ സർവീസിന് ശേഷം വീൽ ചെയറിൽ ഇരുത്തുമെന്ന് അങ്ങനെ ഒരു പരാമർശം നടക്കുകയുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ മറ്റേ ഈ ശബരിമലയായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും മറ്റുമൊക്കെ നടക്കുന്ന അതിലൊന്ന് രണ്ട് ലാത്തി ചാർജുകളും മറ്റുമൊക്കെ വന്നപ്പോ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കന്ന് ഹൈക്കോടതിയിൽ, എറണാകുളം ഹൈക്കോടതിയിൽ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് കേസിന് ഫയൽ ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. അന്നാണ് ഈ സംഭവം ബോംബെറിയലും മറ്റും. അന്ന് ഞാനല്ല DYSP. ഒരു ബോംബെറി നടക്കുന്നതും മറ്റുമൊക്കെ ഒരു കക്ഷി, ജില്ലാ പ്രചാരക പ്രവീൺ എന്ന് പറയുന്ന കക്ഷി, ആലപ്പുഴക്കാരനാണ്. ഇവിടെ വന്ന് ബോംബെറിയുന്നതും, പക്ഷെ അത് ചാനലുകാരും അതുപോലെ അപ്പുറത്തെ മുനിസിപ്പൽ ഓഫീസിൽ നിന്നുള്ള CCTV ക്യാമറയുടെ ഇതിലൊക്കെ വ്യക്തമായി കിട്ടി. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ എനിക്ക് നെടുമങ്ങാട് DYSPയുടെ ചാർജ് തരുന്നു ഡിപ്പാർട്ട്മെന്റ്. ഇത് എങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനെ വരെ. അങ്ങനെ ഇവരെല്ലാം ഓരോരുത്തരായിട്ട് ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റി തുടങ്ങി. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് പോയപ്പോഴേക്കും വലിയ വിനയ ഇഷ്യൂ ആയി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും മാർച്ചായി. അന്നാണ് ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ തന്ന്. അപ്പോൾ ഇത്രയും പേരെ 500-600 പേര് കൂടുതലുണ്ട്. അപ്പോൾ നേതാക്കന്മാരിരിക്കുകയാണ്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും നല്ലൊരു ഗ്യാങ് ഉണ്ട്. 150 പോലീസുകാരും അതിൻ്റെതായ ഉദ്യോഗസ്ഥന്മാരുണ്ട് എൻ്റെ നേതൃത്വത്തിൽ. അപ്പോഴാണ് പറഞ്ഞത് എന്നെ പെൻഷനായ വീൽ ചെയറിൽ കേട്ടോണ്ടിരിക്കുകയാണോ? ഞാൻ ഫ്രണ്ട് ഇതിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഒന്ന് ചെറഞ്ഞ് നോക്കിയപ്പോഴാണ് വേദി ഇരുന്ന് നമ്മളെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സുരേഷും പൂന്തറ ശ്രീകുമാർ, അവർക്കൊക്കെ എനിക്ക് നല്ല കമ്പനിയുണ്ട്. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർ പതൊക്കെ എടുത്ത് കൈ കാണിച്ച് ഇത് ചെയ്തു. പിന്നെ പറഞ്ഞെന്നോട് മയക്കും കിട്ടി, കുറച്ച് ആളും കൂടിയായി അവർ വല്ലതൊക്കെ വിളിച്ച് പറയും, സാറത് വലിയ സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനതങ്ങ് കളഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു സർ പിടികൂടിയതെല്ലാം നേതാക്കളെയാണ് പ്രധാനപ്പെട്ട. അതിനകത്ത് ഞാൻ സാധാരണ ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെയുള്ള ഇഷ്യൂ വരുമ്പോൾ ഈ കുറെ വീട്ടിൽ കിടക്കണ പാവപ്പെട്ട അണികളെയാണ് പിടിക്കുന്നത്. എനിക്ക് ആ ക്യാമറയിൽ ഫ്രണ്ട് റാങ്കില്, ക്യാമറയിലെയും ചാനലിൻ്റെയൊക്കെ ഫ്രണ്ട് റാങ്കിൽ ഇതിനെ നയിച്ച നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ നോക്കിയാണ് ഞാൻ പിടിച്ച് അകത്താക്കി തുടങ്ങിയത്. അത് വലിയൊരു ഇതായിപ്പോയി, അതിനൊരു അടിയായിപ്പോയി അതിനകത്ത്. പിന്നെ ഇത് നിവൃത്തിയില്ല വന്നപ്പോഴും ഇവർ തന്നെ പലരും ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്രവീണിനെ കയ്യിൽ കിട്ടുന്നത് വരെ ഇത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവർ തന്നെ അവസാനം മനസ്സിലായി പ്രവീണിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പലരും അകത്ത് പോകുന്നു മനസ്സിലായി. പിന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ വിശ്വാസയോഗ്യമായ ഇൻഫർമേഷൻ കിട്ടുന്നു. ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റേ RSS ആസ്ഥാനം ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ, അവിടെ പോകാനുള്ള ഇതിൽ ട്രെയിൻ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മഫ്റ്റിയിൽ തന്നെ 20ഓളം പോലീസുകാർ, ഞാൻ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് എല്ലാവരുടെ വാട്സാപ്പ് വെച്ച് എല്ലാം കൂടെ വളഞ്ഞ് അവിടെ ഇട്ട് തമ്പാനും ഇട്ട് പിടിച്ചുവിടായിരുന്നു. ഇവനെയും കൊണ്ട് RSSന്റെ കാര്യാലയം റൈഡ് ചെയ്യുന്നു. അപ്പോൾ യവൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് അവൻ്റെ മുറിയിൽ കൊണ്ടുവച്ച പാംലെറ്റുകൾ റിക്കവർ ചെയ്യുന്നു, എക്സ്പ്ലോസീവ് എല്ലാം റിക്കവർ ചെയ്യുന്നു. അതിനൊരു 6 ബറ്റാലിയനിൽ നിന്ന് 6-7 പോലീസ്, ആംഡ് പോലീസ് വിത്ത് റൈഫിൾ അറ്റാക്കാണ് വന്ന് ഗാർഡ് നിന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യാലയത്തിൽ കയറുന്നത്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്ന് വലിയ ലാത്തി ചാർജ്, വെടിവെപ്പ് വരെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ എന്നൊക്കെയുള്ള നേതാക്കന്മാർ വിളിച്ച് പറഞ്ഞ് പിന്നെ കോംപ്രമൈസ് ചെയ്യില്ലങ്ങ് പോയത്. പിന്നീട് എപ്പോഴെങ്കിലും ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് നേരിട്ട് കണ്ടിട്ടില്ല. അതിന് ശേഷം ഞാൻ ചർച്ചയിൽ പറഞ്ഞതിന് മറുപടി പറഞ്ഞു, ഇങ്ങനെ ഒരാൾ തന്നെ വീൽ ചെയർ ഇരുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് അവർക്ക് പിന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്ലാസ്റ്റിക് ചെയർ പോലും ഈ ഇടക്കാലത്ത് കൊടുത്തില്ല എന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇപ്പോഴും വീൽ ചെയർ അല്ല, സാധാരണ ചെയറിൽ തന്നെ ഇരുന്ന് ജീവിതം മുന്നോട്ട് പോകുന്നു, പെൻഷന് ലൈഫ്. അവർക്ക് ഇതുവരെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ചെയർ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ കൊടുക്കാതായി. അതൊക്കെ വിധി തിരിച്ചു വരുന്നതാണ് ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള. 25 വർഷത്തോളം സർവീസിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അതിന് മുൻപുണ്ടായിട്ടുണ്ടോ?
അതിന് മുൻപോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കൾ വന്ന് വെല്ലുവിളിച്ച്? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും തിരിച്ച് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ ചില ഇതിലൊക്കെ ഇത് വരും. അതിൻ്റെതായ രീതിയിലുള്ള പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ പേരൂർക്കട സി ആയിരിക്കുമ്പോൾ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പ്രതിയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ച ഒരു കുട്ടി നേതാവുണ്ട്. അപ്പോൾ അവനും 2-3 കേസ് ഓൾറെഡി ഉണ്ട്. പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ SIയും അവിടുത്തെ വനിതാ പോലീസും തടഞ്ഞ അവസാനം വനിതാ പോലീസിനെ പിടിച്ച് തള്ളി കൈ പൊട്ടി ഒരു SIയുടെ ഷർട്ട് കയറി പിടിച്ച് പ്രശ്നമായി. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ തെറ്റി അവനെ ചാരി നിർത്തി ഫോട്ടോ എടുത്തു. ഇവൻ്റെ അടുത്ത് സാറെന്തൊരു പത്രക്കാർക്ക് കൊടുക്കാനാണ് ഫോട്ടോ എടുക്കണതെന്ന് ചോദിച്ചു. ഞാൻ പത്രക്കാർക്ക് എടുക്കാൻ പത്രക്കാരെടുത്തോളൂ. അപ്പോൾ ഇവൻ്റെ ഒരു 4-5 വ്യൂവിലെ ഫോട്ടോ എടുത്തു. ഇത് എനിക്കിവിടെ റെക്കോർഡ് സൂക്ഷിക്കാനാണെന്നത്. എൻ്റെ പേരിൽ ഓൾറെഡി ക്രിമിനൽ കേസ് ഒരു 3-4 ഉണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവൻ്റെ റൗഡി HS ഓപ്പൺ ചെയ്തു. റൗഡി ഹിസ്റ്റർ ഷീറ്റ് എന്ന് പറയും. 10 കൊല്ലത്തേക്ക് പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒട്ടിക്കാനുള്ള ഫോട്ടോ ആണ് റൗഡി HSൽ വെച്ച് കണ്ടോൺമെൻറ് ACക്ക് അയച്ചു കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ച് ചെയ്തു. എനിക്കിപ്പോൾ ദോഷമെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വർഷം പിന്നെ അവിടെ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഉടുപ്പൊക്കെ തച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ജയിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ യുവ നേതാവാണ്. അവൻ ജയിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതോടുകൂടി തീർന്നത്. ഞാൻ പറഞ്ഞു ഇനി 10 കൊല്ലത്തേക്ക് നിനക്ക് ഒരു ഇലക്ഷൻ നിൽക്കാവില്ല. കാര്യം നീ പോലീസ് സ്റ്റേഷൻ റൗഡിയാണ്. അപ്പം നിനക്ക് ഒരു പക്ഷേ നീ എടുത്ത് പിൻവലിക്കാനുള്ള ഡേറ്റും കഴിഞ്ഞിട്ട് ഏത് കക്ഷി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ റൗഡിയാണ്, അതുകൊണ്ട് നിൻ്റെ ഇത് തള്ളിപ്പോവും എന്ന് പറഞ്ഞ് അതോടുകൂടി അവൻ ഒതുങ്ങിപ്പോയി. ഈ ശോഭാ സുരേന്ദ്രനെ പോലെ തന്നെ മറ്റൊരു വനിതാ നേതാവ് സംസ്ഥാനത്ത് മൈക്ക് വെച്ച് പോലീസിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ബിന്ദു കൃഷ്ണ. അത് ഒരു SIയുടെ തൊപ്പിയെടുക്കുമെന്ന് പറഞ്ഞു. അത് അന്നത്തെ ഇതുപോലുള്ള ജനം കാണും, ഇത് വരുമ്പോൾ ആവേശത്തിൽ പറഞ്ഞു കാണും. ആ പറഞ്ഞതിൽ അവസാനം പ്രശ്നമായി. അവർ പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇതുവരെയ്ക്കും ജയിച്ചില്ല എന്നുള്ള വാസ്തവമാണ്. പല ഇലക്ഷനിലൊക്കെ നിന്നിട്ടും അതിനൊരു വിജയം കണ്ടെത്താനൊത്തില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഇതിനകത്ത് ഇങ്ങനെ പോലീസിനെതിരെ ഇങ്ങനെ ഇത് ചെയ്യുന്നവർക്കൊക്കെ അതിനകത്തൊരു വിഷമം വെച്ചാൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഇവരുടെ എല്ലാം സ്വാധീനം സൊസൈറ്റികളിലും അതുപോലുള്ള പാർട്ടി ഉൾപ്പെടെ പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇതിൽ സ്വാധീനം വരും. അവർക്ക് ഇങ്ങനെ പറഞ്ഞവർക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതാണ് ഏറ്റവും വലിയ ഇത് വരുന്നത്. ഈ ശബരിമല സമരം നടന്ന സമയത്ത്, പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ പ്രശ്നമായി നെടുമങ്ങാട്. അവിടെ പോലീസും BJPയുടെ പ്രവർത്തകരുമായിട്ടൊക്കെ ഏറ്റുമുട്ടലുണ്ടായി. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് താങ്കളുടെ ഒരു പരാമർശം ഞാൻ TV-യിൽ കാണുകയുണ്ടായിരുന്നു. അതായത് ഇതാണ് പരാമർശം, എൻ്റെ പോലീസിനെ തൊട്ടാൽ. അത് എന്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് അന്നത്തെ എൻ്റെ ഒരു SI ഇപ്പം അതിന് ശേഷം ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ പാങ്ങോടൊക്കെ SI ഇപ്പം C ആണ്. SI ഈ അതൊന്നും പോലീസ് ഫോഴ്സ് ഇല്ലല്ലോ, എല്ലായിടത്തും മൊബിലൈസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇതിൻ്റെ ഇടയിൽ പിന്നെ ആ SIയുടെ കൈ കടി കിട്ടി, കൈ ഇടത് കൈയാണെന്ന് തോന്നുന്നു പൊട്ടലുണ്ടായി. ഒപ്പം SIയുടെ കൂടെ ഉണ്ടായിരുന്ന 4-5ഓളം എയർ ക്യാമ്പിൽ നിന്നും ബറ്റാലിയനിൽ നിന്നും വന്ന പോലീസുകാരുണ്ടായിരുന്നു. അവരുടെ തലയ്ക്കൊക്കെ അടി വെട്ടി അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ചില ചാനലുകാർ എൻ്റെ പിറ്റേ ദിവസമായപ്പോഴേ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനൊരു ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു ടെൻഷൻ മൂടായിരിക്കുമല്ലോ, എൻ്റെ SIയുടെ കൈ അടിച്ച് പൊട്ടിച്ച് പറ്റുക. അപ്പോൾ ഞാൻ കയറി പറഞ്ഞു എൻ്റെ SIയുടെ കൈ അടിച്ച് പൊട്ടിച്ച് എൻ്റെ 4-5 പോലീസുകാരുടെ തല അടിച്ച് പൊട്ടിച്ച് ഒരു നേതാക്കന്മാരും വീട്ടിൽ സമ്മാനമായിട്ട് കിടന്നുറങ്ങില്ല എന്നൊരു വെല്ലുവിളി പോലെ. ഇത് 1-2 ചാനലുകാർ ചോദിച്ചത് സാർ ഞാൻ നിങ്ങൾ കൊടുത്തോട്ടാന്ന് വെച്ചു. നമ്മൾ കൊടുത്തോളാൻ പറഞ്ഞു. കൊടുത്ത് ഇതങ്ങ് വൈറലായി. ഇപ്പോഴും എനിക്ക് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഇത് കാണാം. താങ്കളുടെ പേരടിച്ചാൽ ആദ്യം വരുന്ന ഡയലോഗ് ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മേലുദ്യോഗസ്ഥൻ വിളിച്ച് ചോദിച്ചു, സീനിയർ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ നീ ഡയലോഗൊക്കെ പറഞ്ഞാണ്. ഞാൻ സാർ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് സാർ, അതാണ് സോറി സാർ. നീ പറഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു. എനിക്ക് നന്നായെന്ന്. ഞാൻ ഡ്യൂട്ടിക്ക് വിളിച്ചു വരുത്തിയ ഒരു SIയും പോലീസുകാരൊക്കെയാണ് ഈ സംഭവിച്ചത്. അപ്പം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി വേണ്ടേ, അടിച്ചവന്മാരെല്ലാം ഞാൻ അകത്തുമാക്കി. പോലീസിന് ശോഭ പറഞ്ഞ പോലെ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ ശബരിമല സമരത്തോട്? അങ്ങനെ ഒരു അജണ്ട പോലീസിന് ഇല്ലായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശോഭ മാത്രമല്ല,
ഇവർക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് രാഷ്ട്രീയക്കാർക്ക്. ഈ എന്തു വന്നാലും ഇപ്പം ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഇഷ്ടംപോലെ ഡ്യൂട്ടി ചെയ്യുന്നത്, കണ്ടോൺമെൻറ്റ് സി ആറ്റം കണ്ടോൺമെൻറ്റ് സി ആറ്റം കൺട്രോൾ റൂം സി ആറ്റം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ചെയ്യേണ്ട ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഞാനാണ്. മിക്കവാറും സെക്രട്ടേറിയറ്റിൽ അടിപിടി കിടക്കുമ്പോൾ എല്ലാം ഞാൻ ഡ്യൂട്ടിക്ക് വരാറുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പോലീസുകാരൻ്റെ അതിലേക്ക് അറിയണം. ഇവരും ചിലപ്പോൾ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഇവർ വരുമ്പോൾ പോലീസിനെ ഇത് ചെയ്ത് പലരും വന്ന് ഇന്ന് 2 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഒന്ന് മറ്റെന്തോന്ന് വരുൺ വെച്ചിട്ട് മറ്റേ ഇത് വരുൺ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ജലവീരങ്കി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി, ഞങ്ങൾ പിരിഞ്ഞു വയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. ഇത് ജലവീരങ്കി അടിക്കണം അതായത് അവർക്ക് ന്യൂസ് വാല്യൂ അതൊരു വിഷ്വൽ പുറത്തു വരുമല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അതായത് ആദ്യമേ നിങ്ങൾ എടുത്ത് വന്ന് പറയുന്നു ഞങ്ങൾ ബാരിക്കേഡ് പിടിച്ച് കുലുക്കും, അപ്പൊ നിങ്ങൾ വരുൺ വെച്ച് അടിക്കണം. അല്ല, ഇതിപ്പോ അരുമ്പച്ചൊക്കെ അടിക്കുന്നത് ഇത് തന്നെ, പക്ഷെ എല്ലായിടത്തും അത് നടക്കില്ല. ഞാൻ പറഞ്ഞത് അത് നേരത്തെ തന്നെ SDPIക്കാർ ഒരു മാർച്ച് നടത്തി മലപ്പുറമൊക്കെ വന്ന് അമ്മമാർ കാണിച്ച ഗുണ്ടായ്സ കൂടെ വന്ന് തിരുവനന്തപുരം സിറ്റി സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ കാണിച്ചു. ഇഷ്ടം പോലെ ഡാമേജ് വന്നു, 10-25 ലക്ഷം രൂപയുടെ ഡാമേജ് വന്നു. അത് ഞാനാണത് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ പതുക്കെ 4-5 എണ്ണത്തിനെ ഓട്ടിച്ചിട്ട് പിടിച്ച് മറ്റേ സാധാരണപ്പെട്ടവരെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം കൂടെ 10-20 പേര് കയറി വന്ന് എങ്കിൽ ഞങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യണം, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ PDPP ഇട്ടിട്ട് കേസെടുത്തേക്കണേ ഇവന്മാരത് അറിഞ്ഞില്ല, ഇവരറിഞ്ഞില്ല. അപ്പം അതൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാമ്പിൽ കൊണ്ടുപോയി നമുക്ക് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ഉണ്ടാവും. കൂടുതലും വന്നേക്കണ മലപ്പുറം, കോഴിക്കോട് ആ ഭാഗങ്ങളിൽ നിന്നാണ്, കണ്ണൂർ ഭാഗത്തു നിന്നുള്ള കക്ഷികളാണ് കൂടുതൽ ഇവിടെ വന്നത് മാർച്ചിന്. അതൊക്കെ എയർ ക്യാമ്പിൽ കൊണ്ടുവന്ന് ഇവന്മാരെല്ലാം നമ്പറും പേരും ഒക്കെ നോട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അങ്ങ് PDP ഇട്ടൊക്കെയല്ല റിമാൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് പെട്ടു അവന്മാർ വിചാരിച്ച് ഇപ്പോൾ എഴുതിയൊക്കെ വെച്ച് വിടുവന്ന് സാറിന് ഇത് വേണം. നോക്കിയപ്പോഴാണ് 25 ദിവസം ജയിലിൽ കിടന്നത്, 25 ലക്ഷം രൂപ കെട്ടി വെച്ചു. ഈ 27 പേരുണ്ടായിരുന്നു. ഇവന്മാർ ഇത്രയും പേര് 25 ദിവസം കഴിഞ്ഞിട്ടേ ഇത് കിട്ടിയുള്ളൂ, ജാമ്യം കിട്ടിയുള്ളൂ. എല്ലാം പോലീസ് ചീഫ് ജീപ്പ് ഉൾപ്പെടെയുള്ളതിന് കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയും കെട്ടി വെച്ച് 10-26 എണ്ണ 25 ദിവസമാണ്ട് ജയിലിലും കിടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി തിരുവനന്തപുരത്ത് വന്നാൽ പണി വേറെ കിട്ടും, അവിടെ വടക്കോട്ട് കിടന്ന് കാണിക്കും കണക്ക് ഇവിടെ നടക്കില്ല എന്നുള്ള മനസ്സിലായി. സാറിനോട് അവസാനമായ ഒരു ചോദ്യം, ശോഭാ സുരേന്ദ്രനോട് എന്തെങ്കിലും പരാതി ഉണ്ടോ ഈ കാര്യത്തിൽ? അല്ല, അവർക്ക് വേറെ ഒരു പരാതിയില്ല. അവർ വേറെ ബേസിക്കലി അതായത് പിന്നെ പേഴ്സണലായിട്ട് വെക്കുമ്പോൾ അവർ വേറെ ഒരു കുഴപ്പമുള്ള സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊന്നുമില്ലെങ്കിലും ഇങ്ങനെ താഴത്തടയിൽ നിന്ന് അതികഠിനമായ പ്രയത്നത്തിലൂടെ ഇത്രയും എത്തിയ ഒരു സ്ത്രീയാണ്. അതിനെനിക്ക് അവരോട് ഒരു സ്നേഹമുണ്ട്. അവർ വളരെയധികം അവരുടെ ഈ ഇടയ്ക്ക് അവരെ യൂട്യൂബിലൊക്കെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു ചലഞ്ചിങ് ലേഡിയാണ് അവർ, മനസ്സിലായി. അതിൽ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, അവർക്ക് ഒരു 10 ഇവരെ കാണുമ്പോൾ ആവേശം കൂടും. അപ്പോൾ വിളിച്ച് പറയണം എന്തെന്നുള്ളത് ഒരല്പം കൺട്രോൾ ചെയ്താൽ ഒരു നല്ലൊരു സംഘാടകയാണ്, നല്ലൊരു പിന്നെ ഇതാണ്. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ബാക്കി അവരുടെ ജനിച്ചു വന്നതും വളർന്നു വന്നതും രാഷ്ട്രീയത്തിൽ പോരുന്നു വന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരോട് അത്യാവശ്യം റെസ്പെക്റ്റ് ഉണ്ട്. ഈ ചില യൂണിഫോം കാണുമ്പോൾ ഉള്ള ചില കുഴപ്പമൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അവർക്ക് നേരത്തെ നിങ്ങൾ ചോദിച്ച നേതാവുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതാവിനുമൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.